പണിമുടക്കുന്ന ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ. മുതിർന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. ജീവനക്കാരുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത് എന്നുമാണ് എയർ ഇന്ത്യ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. അതേസമയം ജീവനക്കാരുടെ സമരം തുടർച്ചയായ രണ്ടാം ദിവസവും യാത്രക്കാരെ വലച്ചു. കണ്ണൂരിൽ നിന്ന് 4-ഉം തിരുവനന്തപുരത്ത് നിന്ന് ഒരു രാജ്യാന്തര സർവീസും ഉൾപ്പെടെ മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2 സർവീസുകളാണ് മുടങ്ങിയത്. കരിപ്പൂരിൽ നിന്ന് 3 സർവീസുകൾ റദ്ദാക്കി. ഷാർജ, അബുദാബി, മസ്കറ്റ്, ദമാം സർവീസുകൾ ആണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ആഭ്യന്തര സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ MG മിഥുൻ, ഡാൻ കുര്യൻ, ഡാനി പോൾ എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സമരം ചെയ്ത ജീവനക്കാർക്ക് നേരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അവർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് അടക്കം നൽകിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ പുതിയ റിപ്പോർട്ട്. അഭിലാഷ്, തീർച്ചയായും അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ മാനേജ്മെന്റ് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 200-ലധികം ജീവനക്കാരാണ് ഈ ഒരു പണിമുടക്കിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ നിരവധി സർവീസുകൾ 100-ലധികം സർവീസുകൾ റദ്ദാക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ്, മുൻകൂട്ടി ആസൂത്രിതം ചെയ്ത രീതിയിലാണ് ഈ ഒരു കൂട്ട അവധി ജീവനക്കാരുടെ ഭാഗത്തുനിന്നും എടുത്തത് എന്നാണ് കമ്പനി വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ വിശദീകരണക്കുറിപ്പ് കമ്പനി യാത്രക്കാരുടെ പേരിൽ ഇറക്കിയിരുന്നു. ഇതിന്റെ പണം തിരികെ നൽകുമെന്നും ടിക്കറ്റിന്റെ തുക തിരികെ നൽകുമെന്നും മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ഇതിന്റെ യാത്രയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്താമെന്നുള്ളൊരു വിശദീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. എന്നാൽ ഇന്ന് ഈ 200 പേർക്കെതിരെയും നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. 30 പേർക്കെതിരെയാണ്, 30 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പിരിച്ചുവിടൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുന്നേ ജോലിയിൽ പ്രവേശിച്ചില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കും. അവരെയും പിടിച്ചുവിടാനുള്ള ഒരു നടപടിയിലേക്ക് കമ്പനി നീങ്ങുമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള ജീവനക്കാർക്ക് അന്ത്യശാസനം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മിഥുൻ, ഇപ്പോൾ ഈ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരിൽ വളരെ മുതിർന്ന ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണല്ലോ വിവരങ്ങൾ. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടന്ന ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധം എന്ന നിലയിൽ മാനേജ്മെന്റ് വിലയിരുത്തുമ്പോൾ പോലും സാധാരണ ഇത്തരം പ്രതിഷേധങ്ങളോ വിയോജിപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതല്ല എങ്കിൽ ജീവനക്കാരുമായി ചർച്ചകൾ നടത്തും. അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും അതുതന്നെയാണ് ജീവനക്കാരെ ഈ ഒരു പണിമുടക്കിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നുള്ളത്. ടാറ്റ ഗ്രൂപ്പ് ഇത് ഏറ്റെടുത്തതിന് ശേഷം തന്നെ യോഗ്യതയ്ക്കനുസരിച്ച് വേതനം നൽകുന്നില്ല എന്നുള്ള കാര്യം ജീവനക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ പരാതി പക്ഷേ അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല എന്ന് ജീവനക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ പേർ കൂട്ട അവധിയെടുത്തുകൊണ്ട് സിക്ക് ലീവ് എന്ന പേരിൽ അവധിയെടുത്തുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, അതായത് മുതിർന്ന തസ്തികയിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികയിൽ തന്നെ ജോലി തുടരാൻ ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ജോലി സമയം, അലവൻസ് എന്നിവ സംബന്ധിച്ചും തർക്കം നിലക്കുന്നുണ്ട്. കൂടാതെ ഈ എയർ ഇന്ത്യ എയർ ഏഷ്യയുമായി, ടാറ്റ ഗ്രൂപ്പിന്റെ എയർ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്നതിനെ ഈ ജീവനക്കാർ എതിർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ തന്നെ പരാതിയായി ഇവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ മാനേജ്മെന്റ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ചർച്ചയ്ക്ക് മുതിരുകയോ ഒരു അനുനയ ശ്രമത്തിലേക്ക് കടക്കാതിനെ തുടർന്നാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ജീവനക്കാർ എത്തുകയും ചെയ്ത് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി 200-ലധികം പേർ സിക്ക് ലീവിൽ അവധിയിൽ പ്രവേശിക്കുന്നു. ഇതോടുകൂടി ഈ ഷെഡ്യൂൾ ചെയ്തപ്പെട്ട എല്ലാ ചാർട്ടേഡ് വിമാനങ്ങളുടെ സർവീസുകളിലൊക്കെ റദ്ദാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയി. ഇതോടെ തീർച്ചയായും അങ്ങനെ സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ യാത്രക്കാർ വലിയ തോതിൽ വലഞ്ഞ പശ്ചാത്തലമുണ്ട്. ഡാനിപ്പോളും അതോടൊപ്പം തന്നെ ഡാൻ കുര്യനും അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഒപ്പം മിഥുൻ, ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ ഈ നടപടികളിലേക്ക് പോകുന്നു. ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 30 പേർക്കാണ് പിരിച്ചുവിടൽ നോട്ടീസ്, മറ്റുള്ളവർക്ക് അന്ത്യശാസനവും എന്ന നിലയിലേക്ക് പോകുമ്പോൾ ഇനി ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അവർ ഇതിനെ എങ്ങനെ നേരിടാനാണ് ഒരുങ്ങുന്നത്?
തീർച്ചയായും അത് സംബന്ധിച്ച് ജീവനക്കാരുടെ പ്രതികരണം നമുക്ക് ഇനി തേടേണ്ടതായിട്ടുണ്ട്. കാരണം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലതവണ മാനേജ്മെന്റിനെ സമീപിക്കുകയും ചെയ്തു, പക്ഷേ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് ഗുഡ്ഗാവിൽ 4 മണിക്കോടുകൂടി ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാനേജ്മെന്റും ഒപ്പം തന്നെ ഈ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലൊരു അനുകൂല നിലപാട് ജീവനക്കാർക്ക് ഒപ്പം നിൽക്കുന്ന അനുകൂല നിലപാട് കമ്പനി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വൈകിട്ട് 4 മണിക്ക് മുമ്പ് ഈ 200-ലധികം പേരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സിക്ക് ലീവ് എടുത്ത് അവധിയിൽ പ്രവേശിക്കുകയും ചെയ്ത ആ 200-ൽ 30 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അവരെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മുമ്പ്, അതായത് ഈ ഗുഡ്ഗാവിൽ നടക്കുന്ന ഒരുപക്ഷെ ആ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ജോലിയിൽ പ്രവേശിച്ചാൽ ഇവർക്ക് എതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങില്ല എന്നാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് ജീവനക്കാർ തയ്യാറാകുമോ, അതോ ഈ ഒരു ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനന്തര ശ്രമം ഉണ്ടായതിനു ശേഷം മാത്രമോ ആയിരിക്കുമോ ജീവനക്കാർ കമ്പനിയിലേക്ക് തിരികെ പ്രവേശിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ഇത്രത്തോളം ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്താൻ കമ്പനിയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എയർ ഏഷ്യയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇത്രയധികം ഫ്ലൈറ്റ് സർവീസുകൾ നടത്താനും നിലവിൽ കമ്പനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു അനുനയ ശ്രമത്തിലേക്ക് ഇപ്പോൾ കമ്പനി നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും 30 ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അന്ത്യശാസനത്തിനുള്ള നോട്ടീസും നൽകിയിരിക്കുന്നു. ജോലിയിൽ ഉടനെ പ്രവേശിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഡാനിലേക്കും അതോടൊപ്പം തന്നെ ഡാനി പോളിലേക്കും പോകുമ്പോൾ ഡാനി, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം പോകാൻ തയ്യാറാകുന്നവർ ഇതിപ്പോൾ ഷാർജ, അബുദാബി, മസ്കറ്റ്, ദമാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസ് അടക്കമാണ് റദ്ദാക്കപ്പെട്ടത്. വലിയ തോതിൽ യാത്രക്കാർ കഴിഞ്ഞ ദിവസം മുതൽ പ്രതിസന്ധി നേരിടുന്നു. ഇന്നും അതേ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ്? അഭിലാഷ, കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 5ഓളം സർവീസുകൾ തടസ്സപ്പെട്ടിരുന്നു. തിരിച്ചും അത്രയും തന്നെ സർവീസ്, അങ്ങനെ ഒരു 10 സർവീസുകളാണ് കൊച്ചിയിൽ നിന്ന് ഇന്നലെ റദ്ദാക്കേണ്ടി വന്നത്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് ഒരു ആഭ്യന്തര സർവീസും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള മസ്കറ്റിലേക്കുള്ള സർവീസും 8:50-നുണ്ടായിരുന്ന ആ സർവീസുമാണ് റദ്ദാക്കിയിട്ടുള്ളത്, നിലവിൽ റദ്ദ് ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് ദുബായ് അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് മേഖലകളിലേക്കുള്ള മറ്റ് സർവീസുകളുമുള്ളത്. ഇതുവരെ ഉച്ചയ്ക്ക് ശേഷമുള്ള സർവീസ് ഷെഡ്യൂൾഡ് എന്ന രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ സമരം ഒരുപക്ഷെ ആ സർവീസുകളെയും ബാധിച്ചേക്കാം. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. രാവിലെ ഉണ്ടായ സർവീസ് റദ്ദ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇപ്പോൾ യാത്രക്കാരെ അറിയിക്കുന്നതിന് ഒരു മുൻകൈ കമ്പനി തന്നെ എടുക്കുന്നുണ്ട്. കാരണം അവരുടെ സൈറ്റുകളിൽ കയറി നോക്കിയാൽ ഏതാണ്ട് 3 മണിക്കൂർ മുൻപ് തന്നെ ഇത്തരം വിവരങ്ങൾ ലഭ്യമാകും. ഓരോ യാത്രക്കാരും അതനുസരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. സൈറ്റുകളിൽ കയറി തങ്ങളുടെ വിമാന സർവീസ് ഇന്നുണ്ടോ, തങ്ങളുടെ യാത്രാ സൗകര്യം ലഭ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നത് കമ്പനി തന്നെ ആവശ്യപ്പെടുന്നു. ഒപ്പം ഇവർക്ക് ടിക്കറ്റ് പുനഃക്രമീകരിക്കാനും അതോ അല്ലെങ്കിൽ ഈ പണം തിരികെ നൽകാനും സന്നദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഈ യാത്രക്കാരുടെ ദുരിതങ്ങൾ അകറ്റുന്നില്ല. കാരണം സമയബന്ധിതമായി ജോലിക്ക് എത്തേണ്ടവരുണ്ട്, വിസ കാലാവധി പൂർത്തീകരിക്കേണ്ടവരുണ്ട്, ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ വ്യക്തിപരമായും അല്ലാതെയും ഔദ്യോഗികമായ എല്ലാം തന്നെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഈ വളരെ നേരത്തെ തന്നെ എടുത്ത ടിക്കറ്റുകളാണ് ഈ രീതിയിൽ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇവർക്ക് മറ്റ് വിമാന സർവീസുകളെ കമ്പനികളെ വളരെ അടിയന്തരമായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് അടക്കം നിരക്ക് വളരെ ഉയർന്ന നിലയിലാണ് ഉള്ളത്. ഇന്നലെ തന്നെയും ഇരട്ടിയിലധികം തുക നൽകിയാണ് പലരും വളരെ അടിയന്തരമായി പോകേണ്ടവർ ടിക്കറ്റ് നിരക്ക് സ്വീകരിച്ചത്. നമുക്കറിയാം ഇതെല്ലാം ഇന്ത്യൻ എയർലൈൻസ് എല്ലാം തന്നെ ഇത് ഒരു ബജറ്റ് സർവീസുകളാണ് ഉള്ളത്. ഇതിനെ ആശ്രയിക്കുന്നവർ കൂടുതലും സാധാരണഗതിയിലുള്ള തികച്ചും സാധാരണക്കാരായ യാത്രക്കാരാണ്. അവർക്ക് ഉയർന്ന തുക നൽകി പെട്ടെന്ന് തന്നെ പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അടക്കമുണ്ട്. ഇങ്ങനെ ഇവരുടെ ഒരു ദുരിത ജീവിതം തുടരുക തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ അടിയന്തരമായ ഇടപെടലുകൾ എന്ന രീതിയിൽ ഇപ്പോൾ കമ്പനി ചെയ്തു വരുന്നത് പുനഃക്രമീകരണമാണ്. പക്ഷേ അത് സമരം തീരാതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് യാത്രക്കാർക്ക് ഒരു ഉറപ്പും സോളിഡായിട്ട് നൽകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കമ്പനി ഉള്ളത്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടിയുണ്ട്. ഡാൻ, ഈ സൂചിപ്പിക്കുന്ന പോലെ സാധാരണ നിലയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കമൊക്കെ ഇന്ത്യയിലേക്ക് എത്തുന്ന ആളുകൾ കഴിയുന്നത്ര അവധി ദിവസം കേരളത്തിലോ മറ്റ് ഭാഗങ്ങളിലോ ഒക്കെ ചെലവഴിച്ച് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കേണ്ട സമയത്ത് ആയിരിക്കും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ഒരു ഷെഡ്യൂളാണ് നിർണ്ണയിക്കുക. അതാണിപ്പോൾ മുടങ്ങുന്നത്. അത് പലരുടെയും ജോലിയെ പ്രതികൂലമായി ബാധിക്കാം.
ചികിത്സാ ആവശ്യങ്ങൾക്കുമൊക്കെയായി പോകുന്നവർക്ക് അത് ബാധിക്കാം. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. എത്രത്തോളം ദുരിതത്തിലാണ് തിരുവനന്തപുരം ഉൾപ്പെടെ വിമാനത്താവളങ്ങളിലെ യാത്രക്കാർ? അഭിലാഷ്, ഇന്നലെ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ സാഹചര്യം തന്നെ ഇന്നും ഇവിടെ ഉണ്ടായി എന്ന് വേണം പറയാൻ. ആഭ്യന്തര ടെർമിനലിലും രാജ്യാന്തര ടെർമിനലിലുമായി ഏതാണ്ട് എയർ ഇന്ത്യയുടെ 7ഓളം വിമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മാത്രം റദ്ദാക്കിയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാരണം ഇപ്പോഴും ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളുടെ ലിസ്റ്റിൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വരാനുള്ളത് അങ്ങനെ തന്നെ കാണിക്കുകയാണ്. പക്ഷേ ആദ്യം വൈകുന്നതായി കാണിക്കുന്നു, പിന്നീട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തുവെന്ന വിവരം യാത്രക്കാർക്ക് ലഭിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു. രാവിലെ ഏതാണ്ട് 180ഓളം യാത്രക്കാർ എയർ ഇന്ത്യ വിമാനത്തിൽ പുറപ്പെടേണ്ടിയിരുന്ന 180ഓളം യാത്രക്കാർ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 177 പേരെയും 15-ാം തീയതിക്ക് ശേഷം ടിക്കറ്റ് എടുത്ത് നൽകാമെന്ന ഉറപ്പിൽ അവരെ മടക്കി അയച്ചു. ബാക്കി 3 പേർ ഇന്നും നാളെയുമായി വിസ കാലാവധി തീരുന്നവരായിരുന്നു. അവർ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് അതാണല്ലോ ഡാൻ, ഈ വളരെ വേഗത്തിൽ തിരികെ എത്തേണ്ട ആളുകൾ മറ്റ് വിമാന സർവീസുകളെ ആശ്രയിച്ചാൽ അത് ചാകരയാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ മറ്റ് വിമാന കമ്പനികളുടെ ഒരു പൊതുനയം. അവസാനം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കൊക്കെ പല മടങ്ങ് റേറ്റ് ആണ് നൽകേണ്ടി വരുന്നത്. ഇതിനൊന്നും കൃത്യമായ ഒരു റെഗുലേറ്ററി സംവിധാനമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ. ആ ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിച്ചു? അഭിലാഷ്, അങ്ങനെ അവർ ശ്രമിച്ചിട്ട് പോലും പണം നഷ്ടമായാലും കുഴപ്പമില്ല, അവർക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് ഷാർജയിലേക്ക് മറ്റും എത്തിയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന യാത്രക്കാരായിരുന്നു അവർ. പക്ഷേ അവർക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇവിടുന്ന് അവർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു നടപടികളിലേക്കും അവർക്ക് പോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യമാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. അതിനപ്പുറം നാളെയും അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി സമാനമായ പ്രതിസന്ധി നിലനിൽക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ്, സൂചനകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഓൺലൈനിൽ ഈ ചാർട്ട് നോക്കിയതിനു ശേഷം മാത്രമേ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തേണ്ടതുള്ളൂ എന്നൊരു അറിയിപ്പ് കൂടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റൈറ്റ്, ഡാനി ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് തിരുവനന്തപുരത്ത് നിന്നുള്ള പല യാത്രക്കാർക്കും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റുകൾ നൽകി യാത്രയ്ക്ക് അവസരമൊരുക്കാമെന്ന് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് ലഭിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കൊച്ചിയിലെ യാത്രക്കാർ ഏത് തരത്തിലായിരുന്നു പ്രതികരിച്ചത്? പ്രത്യേകിച്ച് അവർക്ക് ഈ പണം തിരികെ ലഭിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് യാത്രാ സൗകര്യം ഒരുക്കിയത് കൊണ്ടോ ഒക്കെ മാറാവുന്ന പ്രതിസന്ധി ആയിരുന്നോ അവിടെ നിന്ന് കാണാൻ സാധിച്ചത്? അഭിലാഷ, ഒരിക്കലുമല്ല. കാരണം ഈ അടിയന്തരമായിട്ട് പോകേണ്ട വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെ പോകാനായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതി പോലും ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാം, ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നെല്ലാം പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരാശരിയുള്ള ഈ മധ്യവർഗത്തിൽപ്പെടുന്നവർക്ക് കൂടുതലായും തന്നെ ആശ്രയിക്കുന്നൊരു സർവീസാണ്. ഒരു ആഡംബര സർവീസൊന്നുമല്ല, തികച്ചും സാധാരണക്കാർക്ക് ആശ്രയിച്ച് പോകാൻ കഴിയുന്നൊരു സംവിധാനം എന്ന രീതിയിലാണ് പലപ്പോഴും അതിനെ കാണുന്നത്. മറ്റുള്ളവരിലെല്ലാം തന്നെ നിരക്ക് ഈ 10 മടങ്ങ് കൂടുന്ന സർവീസുകളാണ് കൂടുതലായിട്ടുള്ളത്. ഇവർക്ക് ഇന്നലെ നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുമ്പോൾ അങ്ങനെ കുറച്ച് പേർ മാത്രമാണ്, ഏതാണ്ട് ഒരു 5ഓളം പേരാണ് നമ്മൾ വളരെ അടിയന്തരമായിട്ട് പോകേണ്ടവരായിട്ട് കണ്ടത്. അവർ ടിക്കറ്റ് എടുക്കുക. ഏതാണ്ട് 50,000-ഓളം രൂപയാണ് പലരും ഇതിനു വേണ്ടി മുടക്കേണ്ടി വന്നത്. നിന്ന നിൽപ്പിൽ അത്രയും തുക ഒടുക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവർക്കെല്ലാം അവരെ തികഞ്ഞ സാമ്പത്തിക ബാധ്യതകളടക്കം വർദ്ധിപ്പിക്കുന്നു. കാരണം ചിലർക്ക് അന്ന് ചെന്നില്ലെങ്കിൽ, അതായത് ഇന്നലെ അവിടെ എത്തിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നവരുണ്ട്. അവരെല്ലാം അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ ടിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പലരോടും പണം വായ്പയായി ചോദിച്ചുകൊണ്ടും എല്ലാമാണ് ഈ രീതിയിലേക്ക് ടിക്കറ്റ് സംഘടിപ്പിക്കാൻ എല്ലാം തന്നെ ശ്രമിക്കുന്നത്. ഇവർക്ക് മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് നൽകുക എന്ന് പറയുമ്പോൾ കമ്പനി തന്നെ പറയുന്നുണ്ട്, ആ ദിവസത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നൊരു ഉറപ്പിലേക്ക്, അങ്ങനെ ഒരു വാഗ്ദാനത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇത് ജീവനക്കാരുടെ സമരമാണ്. ആ സമരം തീർന്നാൽ മാത്രമേ സർവീസുകൾ സുഗമമായി നടക്കുകയുള്ളൂ. അതുകൊണ്ട് പുനഃക്രമീകരണം ഒരു പരിഹാരമേ ആകുന്നില്ല. അതിൽ സമരം അവസാനിച്ചാൽ മാത്രമേ അതൊരു പുനഃക്രമീകരണം ഒരു പരിഹാരമാർഗമെന്ന രീതിയിലേക്ക് മാറാൻ ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇരട്ടിയിലധികം തുക ഈ സമയത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മറ്റ് സർവീസുകൾ തന്നെയുള്ളത്. അത് പലർക്കും തന്നെ അപ്രാപ്യവുമായ കാര്യമാണ്. ദുരിതം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ദുരിതം കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഈ സമയത്തേക്ക് നടക്കുന്നുമില്ല. അഭിലാഷ്, റൈറ്റ്, യാത്രക്കാരെ വലിയ തോതിൽ ദുരിതത്തിലാഴ്ത്തിയാണ് എയർ ഇന്ത്യയുടെ ജീവനക്കാരുടെ
പണിമുടക്ക് എന്ന് തന്നെ പറയാം. അവർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരു സമരത്തിന്റെ സ്വഭാവമുള്ള അവധിയെടുക്കലാണ്. അതേസമയം മാനേജ്മെന്റ് കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നു. 30 മുതിർന്ന ജീവനക്കാർക്കടക്കം പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റു ജീവനക്കാരോട് എത്രയും പെട്ടെന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന അന്ത്യശാസനവുമാണ് നൽകിയിട്ടുള്ളത്. പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ യാത്രക്കാർ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക.